Hello friends, welcome to Shali's Kitchen. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഇന്ന് ഞാൻ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ കളിയടക്കില്ല, ചില ആൾക്കാർ ചീടാന്നും പറയും. അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണത്. പിന്നെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഷാലിസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം, എന്നാലേ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഞാനിപ്പോൾ നമ്മുടെ അരിപ്പൊടിയില്ലേ, അരിപ്പൊടി വറുത്ത് വെച്ച അരിപ്പൊടിയാണ് കേട്ടോ. അത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ്, ചെറുകിയ തേങ്ങ. ഇതൊരു 1/2 കപ്പ് ഉണ്ട്, 1/2 കപ്പ്, പകുതി കപ്പ്. ഓക്കെ. പിന്നെ നമ്മുടെ ജീരകം ഞാനത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതാണ് എള്ള് ഞാൻ കറുത്തെള്ളാണ് എടുത്തിരിക്കുന്നത്, അത് 1 ടേബിൾ സ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. അപ്പം നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ടതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മളുടെ കറുത്ത എള്ള്, ജീരകം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ മതിയേ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചൂടുള്ള വെള്ളമില്ലേ, ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കാൻ. എന്നിട്ട് നമുക്ക് പത്തിരിക്കൊക്കെ നമ്മൾ പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചെടുക്കാം. ഓക്കെ, കൈ പൊള്ളരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പാച്ചില വെച്ചിട്ടാണ് ഇതാക്കി എടുക്കുന്നത്. കുറച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കൈ തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ശരിക്കും ഇതിൻ്റെ കറക്റ്റ് ഇത് നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഞാൻ വെള്ളത്തിൻ്റെ കണക്ക് പറയുന്നില്ല, കാരണം ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കൂടി പോയി കഴിഞ്ഞാൽ പാടില്ല. അപ്പം നിങ്ങൾ ഇതിങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് നിങ്ങൾ ഇതിങ്ങനെ പത്തിരി പൊടിയിൽ ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഓക്കെ, കുറച്ചും കൂടി ഇതിന് വെള്ളം വേണം. അപ്പം ഇപ്പോൾ മാവ് ഫുള്ള് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പത്തിരിക്കൊക്കെ ആക്കുന്ന പോലെ ഒരു വലിയ ബോളാക്കി വെക്കണം കേട്ടോ. ഇനി അപ്പോൾ കുറച്ച് മാവ് ഇതിൽ നിന്ന് എടുക്കാം. എന്നിട്ട് നമ്മുടെ കൈയുടെ കൈയിലില്ലേ, ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഓക്കെ, അത് നോക്കൂ, ഇത്ര പാടുള്ളൂ കേട്ടോ. ഈ ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടണം. ഞാൻ എല്ലാ ചീഡോസും ഇപ്പോൾ ഇതുപോലെ കളിയടക്ക ഇങ്ങനെ റൗണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമ്മൾ ചീഡാസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് സ്പേസ് ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ചിടരുത്. കുറച്ച് സ്പേസ് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് ബ്രൗൺ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ബ്രൗൺ ആയി വന്നിട്ടില്ല, അപ്പോൾ ഇത് കുറച്ച് നേരം കൂടി ഫ്രൈ ആവട്ടെ. ഇപ്പം നോക്കൂ, ഇത് ജസ്റ്റ് ഇങ്ങനെ ബ്രൗൺ ആയി വരുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം.
തിരിച്ചിട്ട് കൊടുക്കട്ടെ. വീഡിയോയിൽ എങ്ങനെ വന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ശരിക്കും നല്ലൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ. ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റാം. ഇത് നല്ല ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇത് ഒന്നുകൂടി ഡാർക്ക് കളറാവും കേട്ടോ. നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വീഡിയോയിൽ എങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണത്. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് കളിയടക്കം ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കളിയടക്കം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.